സാറേ, അഹമ്മദാബാദിൽ നിന്നേ ആ മെട്രോ ഏജൻസിക്കാർ വിളിച്ചായിരുന്നു. നാളെ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. മീറ്റിംഗ് നാളെ തന്നെ ഫിക്സ് ചെയ്യട്ടെ സാറേ? എടോ, തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഒരു മീറ്റിംഗും വേണ്ട. അയ്യോ, അതെന്ത് പറ്റി? മെട്രോ ഏജൻസിയുമായിട്ടുള്ള ഡീലിങ് സാറ് വലിയ കാര്യമായിട്ട് പറഞ്ഞാണല്ലോ. അല്ലെ തന്നെ ബിസിനസിന്റെ കാര്യം പറഞ്ഞാല് വേറൊന്നും സാർ ഓർക്കാത്തതാണല്ലോ. ഇപ്പൊ എന്ത് പറ്റി? അല്ല സാറേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? മാണിക്കുഞ്ഞെ, ഓ, ഈ വിവാഹാലോചന കൊണ്ടുവന്നതാരാ? അത് സിത്താര മാഡം അല്ലേ? യെസ്. ഇങ്ങനൊരു ആലോചന വന്നപ്പോ നമ്മുടെ കണക്കൂട്ടൽ എന്തായിരുന്നു? സാറ് ചിന്തിച്ചത് ബിസിനസിനെ കുറിച്ചാ. സിത്താര മാഡത്തിന്റെ സാമ്രാജ്യം നമ്മുടെ ബിസിനസിനൊപ്പം കൂടിയാ. ലാഭം എത്ര? അതായിരുന്നല്ലോ. യെസ്. പക്ഷെ ഇപ്പൊ എനിക്കൊരു സംശയം. എന്താ സാർ? ബിസിനസ് രംഗത്ത് എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ അതിശയിപ്പിച്ച ആളാണ് സിത്താര മേഡം. നമ്മളവരെ വിഴുങ്ങാൻ നോക്കുമ്പോൾ അതിനു മുന്നേ അവര് നമ്മളെ വിഴുങ്ങാണ്. ഈ വിവാഹ നിശ്ചയത്തിന് ശേഷമുള്ള സിത്താര മേമിന്റെ പല പ്രവൃത്തികളും കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ. മംഗലത്ത് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ കളരിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് അവർക്കും ചിന്തിക്കാലോ. ഒരു ചെറിയ മീനിനെ കോർത്തിട്ട് നമ്മളെ കൊണ്ട് കൊത്തിക്കുകയോ എന്നുള്ള ബുദ്ധിയാ. താനെന്താ ചിരിച്ചത്? ഏയ്, അങ്ങനെയാണ് അവർ ചിന്തിച്ചിട്ടുണ്ടെങ്കിലേ ആ മണ്ടത്തരം ഓർത്ത് ചിരിച്ചതാ സാറേ. ആരുടെ അടുത്താ അവർ കളിക്കാൻ വരുന്നത്? നവീൻ സാറിന്റെ അടുത്തോ? എത്രയോ വലിയ പ്രതാപികളെ, ചാണക്യ ബുദ്ധിയുള്ള ബിസിനസ് ഗ്രൂപ്പുകളെ സാറിന്റെ മുന്നില് ഗ്ലാസ് തകർന്നു വീഴുന്ന പോലെ പൊടിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ആ സാറിനാണോ സിത്താരമാവിനെ ഒതുക്കാൻ ഇത്ര വലിയ പ്രയാസം? എന്തായാലും അമ്മായിയമ്മ എന്നുള്ളതിനപ്പുറത്തേക്ക് സിത്താര ശ്രീനിവാസ് എന്ന ബിസിനസ്സുകാരിയെ ഞാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മാണിക്കുഞ്ഞ്. അബദ്ധം പറ്റാൻ പാടില്ലല്ലോ. താൻ നോക്കിക്കോ, ഇനി സിത്താര മാം ഒരു തന്ത്രം മെനഞ്ഞാൽ അവർ വിശ്രമിക്കുന്നതിന് മുമ്പേ മറുതന്ത്രം ഞാൻ പുറത്തെടുത്തിരിക്കും. ഇതാണ് സാറേ സ്പിരിറ്റ്. സാറിന് ജയിക്കാനൊന്നും സിത്താര മാമിനെ കൊണ്ട് പറ്റില്ല.